മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ. ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം ആ വലിയ സന്തോഷം. നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ, മലപ്പുറം. ജൽജീവൻ മിഷനു വേണ്ടി ചാലെടുത്ത റോഡുകൾ ഇനിയും നന്നാക്കിയില്ല. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ഉദ്യോഗസ്ഥരെ പൂട്ടിയിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രതിഷേധം. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 6 ഗ്രാമപഞ്ചായത്ത് പരിധിയിലും ജൽജീവൻ മിഷനു വേണ്ടി റോഡരികിൽ ചാലെടുത്തത് നികത്താത്തതിൽ പ്രതിഷേധിച്ചാണ് കേരള വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പൂട്ടിയിട്ട് പ്രതിഷേധിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് അടക്കമുള്ള ഉദ്യോഗസ്ഥരെ പൂട്ടിയിട്ടത്. ചുങ്കത്ര CHCയിലേക്കുള്ള റോഡിന്റെ പ്രവൃത്തി ഒരാഴ്ചയ്ക്കകവും മൊത്തം റോഡുകളുടെ പ്രവൃത്തി ജനുവരി 30-നകവും പൂർത്തിയാക്കാമെന്ന ഉറപ്പിലാണ് ഉദ്യോഗസ്ഥരെ വിട്ടയച്ചത്. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിവിധ പഞ്ചായത്തുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ച റോഡുകളുടെ പ്രവൃത്തി നടക്കുമ്പോഴാണ് റോഡരികിലെ ചാലുകൾ പ്രശ്നമാകുന്നത്. 1 വർഷം മുൻപ് വരെ പൈപ്പിടാൻ വേണ്ടി ജൽജീവൻ മിഷനു വേണ്ടി എടുത്ത ചാലുകളാണ് ഇപ്പോഴും പൈപ്പിടുകയോ ചാല് നികത്തുകയോ ചെയ്യാതെ കിടക്കുന്നത്. ഇതുമൂലം റോഡിന്റെ പ്രവൃത്തി പൂർത്തിയാക്കാനും കഴിയുന്നില്ല. വാട്ടർ അതോറിറ്റിയാണ് ഇക്കാര്യത്തിൽ കരാറുകാരെ കണ്ട് പ്രവൃത്തി പൂർത്തീകരിപ്പിക്കേണ്ടത്. എന്നാൽ വാട്ടർ അതോറിറ്റി ജീവനക്കാർ ഇതിന് തയ്യാറാകുന്നില്ലെന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ ആക്ഷേപം. ജലനിധിയുടെ കുടിവെള്ളം പോകാൻ വേണ്ടിയുള്ള പൈപ്പുകൾ ജൽജീവന് വേണ്ടി കുഴിയെടുത്തപ്പോൾ പല സ്ഥലത്തും തകരാറിലായിട്ടുണ്ട്. വഴിക്കടവ് പഞ്ചായത്തിൽ മാത്രം 700 കുടുംബങ്ങൾക്ക് ഇതുമൂലം കുടിവെള്ളം മുടങ്ങിയിരിക്കുകയാണ്. ജൽജീവൻ കുടിവെള്ളം വിതരണം നടത്തി തുടങ്ങിയിട്ടുമില്ല. ജലനിധിയുടേത് തടസ്സപ്പെടുകയും ചെയ്തു. ഇത് താലൂക്ക് വികസന സമിതിയിൽ വരെ ചർച്ചയായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വാട്ടർ അതോറിറ്റി AE സുജ വിജയൻ, ഓവർസിയർ MG ഹരിദാസ് എന്നിവരെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വിളിപ്പിച്ച് വിശദീകരണം തേടിയത്. ഇത് സംബന്ധിച്ച് കരാർ തയ്യാറാക്കി ഒപ്പുവെച്ചതിനു ശേഷമാണ് ജീവനക്കാരെ പോകാൻ അനുവദിച്ചത്. റോഡരികിൽ ചാലെടുത്ത് പൈപ്പിട്ട് നികത്തിയതിനു ശേഷം മാത്രം നൽകാൻ പാടുള്ള ബില്ലുകൾ അതിനു മുൻപ് തന്നെ കരാറുകാർക്ക് മാറി നൽകിയതായും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.